നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും റിതം ഹൗസ് പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോ ലോക നാടക വാർത്തകൾ ഓൺലൈൻ സ്കൂൾ യുവജനോത്സവം ഗ്രാൻഡ് ഫിനാലയിലേക്ക് സ്വാഗതം. അല്ല മൂസാക്ക, നിങ്ങൾ ഇതേടിയാ പോയെ? ഞമ്മള് സോപ്പ് പൊടി വാങ്ങിക്കാൻ പോയതാ ജാനു. ഞമ്മള് ബീബി അയച്ചുനി തുണി അലക്കണമെന്നുണ്ടെങ്കിൽ ഈ ശ്രാവണി സോപ്പ് പൊടി തന്നെ വേണം. എന്നാൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. പ്രത്യേകത ഉണ്ട് ജാനു. കുറച്ച് സോപ്പ് പൊടി കൊണ്ട് കുറെ തുണികൾ വൃത്തിയിൽ അലക്കുവാൻ പറ്റൂ. പിന്നെ കൈകൾ തീരെ പൊള്ളൂല്ല. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചാലേ ഞമ്മള് വാഷിംഗ് മെഷീൻ കേടാവുകയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഞമ്മള് പുറത്തു പോയിട്ട് വന്നാലേ വസ്ത്രങ്ങളൊക്കെ ശ്രാവണി സോപ്പ് പൊടിയിൽ പുതിർത്തു വെക്കുന്നത് വൈറസ് നശീകരണത്തിന് നല്ലതാ. ഞമ്മളുടെ ഡ്രസ്സുകള് ശ്രാവണി സോപ്പ് വെള്ളത്തിൽ എത്ര മണിക്കൂർ വെച്ചാലും അതിന്റെ ക്വാളിറ്റിക്കോ കളറിനോ ഒരു മാറ്റവും സംഭവിക്കൂല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മൂസാക്ക. ജാനുവടുത്തി നിലവാരം ഇല്ലാത്ത ഓരോരോ സോപ്പ് പൊടി ഉപയോഗിച്ചതിന്റെ ഫലമായിട്ടാ ഞങ്ങളിങ്ങനെ കോലം കെട്ടുപോയത്. എന്നാ ഇപ്പം തന്നെ കേളപ്പാട്ടിനോട് പറഞ്ഞിട്ട് സാവണി വാച്ചിങ് പൗഡർ വാങ്ങിക്കണം. കണ്ണ് കണ്ട ഓരോ സോപ്പ് പൊടി ഉപയോഗിച്ചിട്ട് എന്റെ കൈ കണ്ട മൂസാക്ക ഉണക്ക് മീൻതോട്ടായിപ്പോയി. എന്നാൽ ഒന്നും നോക്കണ്ട ജാനു, ശ്രാവണി വാഷിംഗ് പൗഡർ എല്ലാ കടകളിലും കിട്ടൂ. ശ്രാവണി വാച്ചിങ് പൗഡർ ഉപയോഗിച്ചാൽ ഇങ്ങളെ കുപ്പായോ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. ശ്രാവണി വാച്ചിങ് പൗഡർ ഇനി എല്ലാ കടകളിലും കിട്ടും. തിളങ്ങുന്ന വെണ്മ ഇനി ഇങ്ങക്ക് സ്വന്തം. ശ്രാവണി വാച്ചിങ് പൗഡർ ഒരു സാസ്കോ ഉൽപ്പന്നം. Shri Gurubhyo Namah. Natik Kshetra is a group formed with a motive to preserve and promote Indian classical dance and music. It's a community consisting of gurus, students and art lovers based out of Mumbai and UAE.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമായ കേരള സ്കൂൾ യുവജനോത്സവം കോവിഡ് പ്രതിസന്ധികൾ കാരണം ഇല്ലാതായപ്പോഴാണ് കേരളത്തിൽ ആദ്യമായി ഒരു ഓൺലൈൻ യുവജനോത്സവം കുട്ടികൾക്കായി സംഘടിപ്പിക്കുവാൻ നാടക പ്രവർത്തകരുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയായ ലോക നാടക വാർത്തകൾ തീരുമാനിക്കുന്നത്. ഒക്ടോബർ 18 ഇന്ത്യൻ ചലച്ചിത്ര ശബ്ദമിശ്രണത്തിലെ വിസ്മയം ശ്രീ റസൂൽ പൂക്കുട്ടി ഉദ്ഘാടനം ചെയ്ത ഈ യുവജനോത്സവത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഇന്ന് മത്സരിക്കുന്നത് 22 സോണുകളിലായി നടന്ന പ്രാഥമിക തല മത്സരങ്ങളിൽ നിന്നും യോഗ്യത നേടിയ മത്സരാർത്ഥികളാണ്. എല്ലാ മത്സരാർത്ഥികളെയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിതം ഹൗസ് LNV യുവജനോത്സവത്തിന്റെ മുഖ്യ പ്രായോജകരെ പരിചയപ്പെടാം. ബഹ്റൈൻ കേരളീയ സമാജം ചിൽഡ്രൻസ് വിങ്ങിന്റെ സഹകരണത്തോടെയാണ് ഈ യുവജനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിഭജിക ഗ്രന്ഥശാല, മെൽബൺ, ഓസ്ട്രേലിയ, ശ്രാവണി ഡിറ്റർജന്റ്, ഗോൾഡൻ ടാലൻസ് എന്നിവരാണ് സഹപ്രായോജകർ. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ആദരണീയരായ വിധികർത്താക്കളെ നമുക്ക് പരിചയപ്പെടാം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് UP വിഭാഗം ഫോക്ക് ഡാൻസ് മത്സരത്തിലെ ജഡ്ജിംഗ് പാനലിനെയാണ്. അതിൽ ആദ്യം എത്തുന്നത് ആര്യ എച്ച്. 2020 നടത്തിയ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കലാതിലകമാണ്. കലാമണ്ഡലം ധന്യയാണ് ആര്യ എച്ചിന്റെ ഗുരു. കേരള സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടം വിന്നർ കൂടിയാണ്. അതുപോലെ ഉദയ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ ഭരതനാട്യത്തിന്റെ വിന്നറാണ്. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കഥകളി, കേരള നടനം, മോഹിനിയാട്ടം, മോണോ ആക്ട്, നങ്ങ്യാർകൂത്ത്, ഫാൻസി ഡ്രസ്, ഓട്ടൻതുള്ളൽ ഇങ്ങനെ നിരവധി കലാമേഖലകളിൽ വിജയകിരീടം കരസ്ഥമാക്കിയിട്ടുള്ള ആര്യ എച്ച് ആണ് ഫോക്ക് ഡാൻസ് UP വിഭാഗത്തിന്റെ ആദ്യത്തെ ജഡ്ജിംഗ് പാനൽ. മറ്റൊരാൾ കൂടിയുണ്ട്, അമൃത ജെ പിള്ളൈ. ഭരതനാട്യം BA ഭരതനാട്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുന്നു. കലാമണ്ഡലം മാലിനി നായരുടെയും രാജീവ് നമ്പൂതിരിയുടെയും ശിഷ്യയാണ്. മോഹിനിയാട്ടത്തിൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിന്റെ B ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് അമൃത ജെ പിള്ളൈ. 2013-14 വർഷങ്ങളിലെ കേരള സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കഥകളിയിലും പ്രൈസ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നവരംഗം നൃത്തോത്സവത്തിലും മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് എടുത്തു പറയേണ്ട 2 അവാർഡുകൾ കൂടി നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഥകളി പ്രതിഭാ പുരസ്കാരം, അതുപോലെ തന്നെ സാന്ത്വനം അവാർഡ്. ഇവ രണ്ടും അമൃത ജെ പിള്ളൈ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അമൃത ജെ പിള്ളയും ആര്യ എച്ചുമാണ് ഫോക്ക് ഡാൻസിൽ UP വിഭാഗത്തിൽ നമ്മുടെ ജഡ്ജിംഗ് പാനലിനെ നയിക്കുന്നത്. മത്സരം ആരംഭിക്കുന്നു. കാണുക, ആസ്വദിക്കുക, പ്രോത്സാഹിപ്പിക്കുക.
പാട്ടല്ലോ സിനിമയിലെടുക്കുമത്രേ, എന്നെ നായികയാക്കുമത്രേ. മലയാളദേശത്തെ ആദ്യത്തെ നായിക അടിയാളക്കുടിലിലെ പെണ്ണിവളായി. ഒന്നും അറിയാതെ ചിരുതേ പെണ്ണിവൾ അഭിനയിക്കാനായി ചെന്നങ്ങിനെ. പിന്നെ ചായമിട്ടു മുഖമവർ കണ്ണിൽ കരിമഷി എഴുതി ചുണ്ടു ചുമപ്പിച്ചു മുടി ചീകി ഒതുക്കി. മനക്കലെ തമ്പ്രാട്ടി പോൽ ഉടുത്തൊരുക്കി ഏന് മെല്ലെ അഭിനയമെന്തെന്ന് പറഞ്ഞു തന്നു. 5-6 മാസങ്ങൾ വേഗം കഴിഞ്ഞല്ലോ, തീണ്ടപ്പാടില്ലാതെ ഏനും കഴിഞ്ഞല്ലോ. സിനിമക്കാരെല്ലാം നല്ലത് ചൊന്നല്ലോ, അഭിനയം കഴിഞ്ഞേനും മടങ്ങിയല്ലോ. പുത്തരിക്കണ്ടത്തിൽ ഏൻ പണിയും നേരം കാളി പെണ്ണു ചൊല്ലി കഥയറിഞ്ഞോ. നാട്ടിലെ കൊട്ടകയിൽ ഏൻ പടം വന്നിന്നാൽ ആദ്യം തന്നെ കാണാനായി ഏനും നീനച്ചേ. വിളക്കണഞ്ഞു, സിനിമ തുടങ്ങി. അമ്പലത്തിൻ കൽവിളക്കിൽ നെയ്ത്തിരി കത്തുന്ന രംഗം. കൂടെ തമ്പ്രാട്ടി വേഷത്തിൽ തൊഴുതു നിൽക്കുന്ന ഏന്റെ മുഖം. കണ്ണിമയ്ക്കാതെ ഏനിരുന്നു, ഏനോ ഇത്. നടുങ്ങി വിറച്ചു ഞാൻ, ഉച്ചത്തിൽ തമ്പ്രാക്കൾ അലറുന്നു. തീണ്ടാജാതികൾ തമ്പ്രാട്ടി വേഷത്തിൽ അമ്പലനടയിൽ പ്രാർത്ഥനയോ. നാട്ടാചാരങ്ങൾ മാറ്റുവാൻ നോക്കുന്ന കള്ളപ്പലിശകളെ വേഗം കത്തിച്ചു കളയുക സിനിമ. തീപ്പന്തങ്ങൾ ഉയരുന്നു, അലർച്ചകൾക്കിടയിൽ ആരോ ഏന്റെ നേരെ വിരൽ ചൂണ്ടുന്നു. പേപ്പട്ടികളെപ്പോൾ ആക്രോശിച്ചവർ എത്തും മുൻപേ തിരിഞ്ഞോടി ഞാൻ ദൂരെയായി, അതിദൂരെയായി. ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനേനോ ഏനേനേനോ, ഏനേനോ നേനേനോ നേനേനേനോ. അവൻ കുഞ്ഞിക്കാളിയെ തന്നെ നോക്കി നീക്കും.
അവന്റെ മുഖം നോക്കി നിൽക്കുന്ന കുഞ്ഞുകാളി ചോദിച്ചു. ആ പെണ്ണിന്റെ കണ്ണുകൾ വട്ടമിട്ടു. അച്ഛനില്ലാത്ത നേരം ഒരു നാട്ടുകാരൻ ഒറ്റയ്ക്കിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ അവരുടെ ചെന്നായി പുറത്തുകാരി ചവിട്ടിയരച്ചു. പെണ്ണിനെ കടിച്ചു കീറി കരയുവാൻ പോലും കഴിയാതെ അവൾ ഇറങ്ങിയോടി. നെഞ്ചുരുകി ചങ്കുപൊട്ടി പാടാക്കാനേ ജീവൻ വിട്ടൊരു നീരെ പാട്ട് ഞങ്ങളുടെ നീരെ പാട്ട് ഞങ്ങളുടെ നീരെ പാട്ട് വയനാടൻ മലയിലെ കുറിച്ച പെണ്ണവൾ പോലെ ചീട്ടുന്ന നീലിപ്പെണ്ണ് കനലരിയും കണ്ണിടയും പരുവത്ത നീലിയുമായി അമ്പുമായി പായും പെണ്ണ് അവൾ ഊരിൻ്റെയോ പറയാം നീലിപ്പെണ്ണ് മലദൈവങ്ങളെ കോട്ടയാക്കി ഞങ്ങൾ അല്ലലറിയാതെ കഴിഞ്ഞൊരു കാലം പാട്ടും വേദങ്ങളും എങ്ങനെ ഉയിരേ ദൈവങ്ങളും എങ്ങനെ ഊരിലെത്തി വെള്ളം നിറമുള്ള ചായപ്പന്മാർ എങ്ങനെ പാടും സമ്പത്തും
പകരും നാടിനു വേണ്ടി ഒരു തമ്പ്രാന് കൊടുത്താമരമായ ഊര് ചൊല്ലിക്കുന്നു തമ്പ്രാനെങ്ങൾക്കെല്ലാം അടിമകളായി നാം മാറരുത്. നമ്മുടെ നാട് നമുക്ക് സ്വന്തം ഒരു തുടങ്ങണം നാടിനു വേണ്ടി. ൂരിലെല്ലാം ഊരിലെയാണും പെണ്ണാകളും നീക്കെന്നവരെ കലകിയാക്കി പെണ്ണാകളും വേണ്ടി ചോദിച്ച് ആക്രമിക്കേണ്ടേ ആണാകളെല്ലാം കൊടും സാടിനുള്ളിൽ അവൾ ഒരു ഞൊടിക്കുള്ളിൽ ഉയർന്നു പൊങ്ങിയവൾ ജീവന് പൊതുവി നാടിനായി. എങ്കിലും വേഗട നീയമ്മ വെടിയേറ്റു വീണു പോയി നാടിനായി. ഇങ്ങനെ പറഞ്ഞിരിക്കും തന്നെ കണ്ണവളുടെ പാട്ട് നാടിനോ വേണ്ടി പൊതുവി ജീവൻ കളഞ്ഞ അഴച്ചി തമ്മിലാന്റെ പൊരിന്റെ പാട്ട് ചീന്തി തന്നവരെ കാണത് നമുക്കും സ്വന്തമായി. പാടുമില്ലെങ്കിൽ നാടുമില്ല എങ്ങളുടെ സങ്കടമാറിയാൻ ഏഴകൾ സങ്കടമാറിയാൻ. ദിനദാരോ തന്താനേ താനാനേ തെയ്തോം ദിനതെന്തിനതാനേ തന്താനേ താനാനേ തെയ്യത്തോം ദിനദാരോ തന്താനേ താനാനേ തെയ്തോം ദിനതെന്തിനതാനേ തന്താനേ താനാനേ. മലമടയിൽ കടലല തഴുകും ഏഴിമല താഴ്വരയിൽ 14-ാം രാവ് പോലെ കാരുണ്യ കനവുകൾ നെയ്തും മറവത്തൂർ തുറയിൽ വാഴും അരയത്തി പെൺകൊടി ഞാനൊരു അരയത്തി പെണ്ണ്. മംഗല്യ കനവുകൾ നെയ്യും നേരത്തന്നെ പെണ്ണു കാണാൻ 4 ദൂരക്കാരും വന്നേ. കരിവീട്ടി തോടിയിലെത്തി കരുമാടി കുട്ടനൊരുത്തൻ ചിരതേയി അമ്മ ചൊല്ലി നിന്നെ മുക്കുവൻ പെണ്ണെ നിന്നെ മുക്കുവൻ. കരളിൽ മൃദുവായ നോവുണർന്നു കമിതാവായ അവൻ എന്നിൽ പടർന്നു നിന്നു. കരമൊത്തം വിലക്കുന്ന വരത്തൻ പക്ഷേ അവൻ എന്റെ കരളിന്റെ കുളിരായി തീർന്നു. വെള്ളിടി വെട്ടി കാർമേഘം പൊട്ടിച്ചിതറി ഭൂകമ്പം കരയെ വിഴുങ്ങാൻ അലമാലകൾ ചീറിയെടുത്തു. കർക്കിടക കാറ്റാടിയ താണ്ഡവത്തിൽ കുടിലുകൾ ഓരോന്നായി നിലം പതിച്ചു. ഉണ്ണാനരിയില്ലാതെ ഉരുകുന്ന മനസ്സുമായി കലിതുള്ളും കടലിനെ നോക്കി അരയത്തി പെണ്ണവൾ നിന്നു. കാറ്റടങ്ങി കോളടങ്ങി ചകര വന്നേ തുറയെല്ലാം ഉത്സവമായേ. കാവിലമ്മ ഗുരുതിനാളിൽ ഉറഞ്ഞാടും കോമരമ്പോൾ കരപരന്നു ഉയിലറിഞ്ഞു കലിതുള്ള
തുറമൂപ്പൻ. സ്നേഹിച്ച കുറ്റത്തിന് പിഴച്ചവളെന്നു ചൊല്ലി അച്ഛൻ എന്നെ ആഞ്ഞടിച്ചു തറയിലിട്ടു. മദ്യത്തിൻ ലഹരിയിലാടിയ തുറമൂപ്പൻ കൂട്ടാളികളോടെന്തോ കൽപ്പിച്ചെന്ന്. കുറയെല്ലാം ഇരുൾ മൂടിയ കൂരിരുട്ടത്ത് ഏഴിമല താഴ്വരയ്ക്കുമപ്പുറത്ത് അരയനെ തിരഞ്ഞവർ പാഞ്ഞുപോയി. വെട്ടിയും കുത്തിയും അരയനെ കൊന്നവർ ആ ഉടൽ കടലിൽ വലിച്ചെറിഞ്ഞു. പിറ്റേന്ന് കടൽ കരയിലെത്തിയോരെല്ലാം ആ കാഴ്ച കണ്ടങ്ങ് അമ്പരന്നു. മീനുകൾ തിന്ന് വികൃതമാക്കിയ എന്നരയന്റെ ശവശരീരം. പെണ്ണിൻ ജീവിതം പന്താടും കൂട്ടരെ പെണ്ണിൻ വില എന്തെന്നറിയുന്നുണ്ടോ? അമ്മയല്ലേ, ഭാര്യയല്ലേ, മകളല്ലേ, അവൾ സ്നേഹത്തിൻ മൂർധന്യ ഭാവമല്ലേ. ആ സ്നേഹത്തിനീ മണ്ണിൽ വിലയില്ലേ, ആ സ്നേഹത്തിനീ മണ്ണിൽ വിലയില്ലേ, ആ സ്നേഹത്തിനീ മണ്ണിൽ വിലയില്ലേ, വിലയില്ലേ. ഏയ് പെണ്ണേ, കലം വേണ്ടടി. അടടാ, ഇത് പൊട്ടക്കലമാ, പോടി. ഓരൂർ ദേശത്തെ മൺകലമാടി പെണ്ണെ, തട്ടാലും മുട്ടാലും പൊട്ടാത്ത കലമാടി. കാളിയമ്മ തൻ വരമാടി പെണ്ണെ, എന്റെ ഊരിന്റെ പുണ്യമാടി മൺകലം. ഓരൂർ ദേശത്തെ മൺപാത്രപ്പെരുമയ്ക്ക് കാരണമായൊരു കഥ പറയാം. നന്മകൾ പൂക്കും മനസ്സും കാളിയമ്മവും വാസനയുമുള്ള ഒരു ദേശത്തെ രയരപ്പൻ. താൻ ചുട്ടെടുക്കുന്ന ഓരോ കലത്തിലും കാളിയെ കാണുന്ന കാളിഭക്തൻ. കാന്തനു തണലായി തുണയായി കൂടെ പതിവ്രതരത്നമാമയിലമ്മയും. ദാമ്പത്യവല്ലരി പൂത്തുവിടർന്നു ചെമ്പനീർ പോലൊരു പൊന്മകളും. കണ്ണേറു തട്ടാതെ കാൽ മുള്ളുകൊള്ളാതെ കൊഞ്ചിച്ചു ലാളിച്ചു വളർത്തിയവർ, കുഞ്ഞിക്കാളിയെ വളർത്തിയവർ. ഓരോ കലത്തിനും മണ്ണു കുഴയ്ക്കുമ്പോൾ കാളിയെ സ്തുതിക്കും രയരപ്പൻ. ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ മണ്ണു കുഴയ്ക്കും അവരെന്നും. ചൂളയിൽ ചുട്ടെടുത്തിടുന്ന പാത്രങ്ങൾ ജീവൻ തുടിക്കുന്നതെന്നു തോന്നും. ഒരു ദിനം കുഞ്ഞിനെ പാലൂട്ടി ഉറക്കി മയിലമ്മ പുറം പണി ചെയ്തിടുമ്പോൾ, ഉറക്കമുണർന്നപ്പോൾ കുഞ്ഞിക്കാളി മണ്ണു കുഴയ്ക്കുന്ന അച്ഛനെ കണ്ട് മുട്ടിലിഴഞ്ഞു അടുത്തു ചെന്നു. പൊന്മകൾ അടുത്തു വന്നതറിയാതെ മണ്ണു കുഴയ്ക്കുന്നു രയരപ്പൻ. കാൽ ചുവടെത്തിയ പൊന്മകളെയും മണ്ണോടു ചേർത്തു കുഴക്കിയിടുന്നു.
തിരികെ എത്തിയ മൈലമ്മയപ്പോൾ കുഞ്ഞിനെ കാണാതെ നിലവിളിയായി കുഴച്ചു മറിച്ചൊര കളിമൺ കൂനയിൽ ഒലിച്ചിറങ്ങുന്നു രക്തച്ചാല്. കുഴച്ചൊര മണ്ണിൽ കളിമൺ പ്രതിമ പോൽ ചലനം നിലച്ചോര കുഞ്ഞിക്കാളി. നിങ്ങൾ തന്നന്ധമാം ഭക്തിയിൽ പൊലിഞ്ഞതൻ കുഞ്ഞിന്റെ ജീവനല്ലേ. തിരികെ തരുവാനാകുമോ നിങ്ങളുടെ ഭക്തിക്കും കാളിക്കും എൻ മകളെ. ചലനം നിലച്ചു നിന്നൂരയരപ്പൻ നെഞ്ചത്തടിച്ചു നിലവിളിച്ചു. ഞാൻ ചെയ്ത തെറ്റിനു എൻ ജീവനെടുത്ത് തിരികെ തരുമോ എൻ മകളെ. എൻ മകളില്ലാത്ത ജീവിതമമ്മേ നിന്നാമമില്ലാത്ത പോലെയല്ലേ. തിരികെ തരുതി എൻ മകളെ, തിരികെ തരുതി എൻ മകളെ. ഉറക്കത്തിലെന്ന പോൽ ഞെട്ടിക്കുഞ്ഞ് കൈകാലിട്ടടിച്ച് ഉറക്കെ കരഞ്ഞു. രയരപ്പൻ ഭക്തിയിൽ പ്രീതയായ കാളി ഓരൂർ ദേശത്തെ അനുഗ്രഹിച്ചു. ഓരൂർ ദേശത്തെ മൺകലമാടി പെണ്ണെ തട്ടിയാലും മുട്ടിയാലും പൊട്ടാത്ത കലമാടി കാളി അമ്മ തൻ വരമാടി പെണ്ണെ. എന്റെ ഊരിന്റെ പുണ്യമാടി പെണ്ണെ, എന്റെ ഊരിന്റെ പുണ്യമാടി പെണ്ണെ, എന്റെ ഊരിന്റെ പുണ്യമാടി പെണ്ണെ. മുളങ്കാടിൻ സംഗീതം ചേർന്നൊഴുകും ആറിന്റെ തീരത്തു കുടിൽ കെട്ടി വാഴുന്നോരേ ചോപ്പടി ഗ്രാമത്തിൻ പറയിപ്പെണ്ണ്. ചാത്തൂന്റെ പുരയിലെ പെണ്ണ്, ചട്ടമ്പി ചാത്തൂന്റെ പെണ്ണൊരുത്തി. ചട്ടമ്പിയാണേലും ചന്തമൊന്നുമില്ലേലും ചാത്തൂന് ചങ്കാണി പറയിപ്പെണ്ണ്. ചോപ്പടി ഗ്രാമത്തിൻ പേരു കേട്ടാൽ അറപ്പാണി മേലാളർക്ക് ഗ്രാമത്തിൻ ശാപമാണി ആചാരം. ചോപ്പടി എന്ന ദുരാചാരം പെണ്ണോട് തീണ്ടാരിപ്പേറിയാല് 4 നാൾ ചോപ്പടി കഴിയണം. 4 അടി പൊക്കത്തിൽ കളിമണ്ണ തീർത്തൊരു ഇരുളിൻ മാടമാണി ചോപ്പടി. കിളിവാതിൽ ഇരുനേരം തുറന്നിടും പഴങ്കഞ്ഞി നൽകുവാൻ മാത്രമായി. ചാത്തൂന്റെ പുരയിലൊരു പെണ്ണു പിറന്നേ, അഴകുള്ള അടിയാത്തി പെണ്ണു പിറന്നേ. ചട്ടമ്പി ചാത്തൂന്റെ ചങ്കലിക്കും കുഞ്ഞിന്റെ പാലിന കുന്തിരിയിൽ. കാലങ്ങൾ കഴിഞ്ഞു വളർന്നു തികഞ്ഞപ്പോൾ കുഞ്ഞവളറിയിച്ചു പെണ്ണാണെന്ന്. പറയിതൻ നെഞ്ചകം നടുങ്ങി ചോപ്പടിയിൽ കഴിയേണ്ട രാവായല്ലോ. എൻ കയ്യാലൂട്ടിയാലേ ഉണ്ണാറുള്ളൂ, എൻ പാട്ടു കേട്ടാലേ ഉറങ്ങാറുള്ളൂ. ആ കുഞ്ഞിനെ ചോപ്പടിയിൽ അടയ്ക്കാനോ? ആചാരമാണിതു, ധിക്കാരം പാടില്ല. മേലാളറിഞ്ഞാൽ തല കൊയ്തിടും. അമ്മ തൻ മനസ്സോ തേങ്ങിക്കരഞ്ഞു, കുഞ്ഞിൻ മാനസം പേടി പൂണ്ടു. ഇരുടിനെ എനിക്കു പേടിയാണമ്മേ,
ഒറ്റക്കിരിക്കാൻ പേടിയാണമ്മേ. അരുതേ എന്നെ അടയ്ക്കരുതേ, ചോപ്പടി മോൾക്കു പേടിയാണ്. മനസ്സില്ല മനസ്സോടെ ചാത്തുവും ഒഴുകുന്ന നിറ കണ്ണാൽ പറയിപ്പെണ്ണും നാട്ടാചാരം നടത്താനായി കുഞ്ഞിനെ ചോപ്പടി അടച്ചിടുന്നു. നാളുകൾ രണ്ടു കഴിഞ്ഞു, മൂന്നാം രാവും കഴിഞ്ഞു. നാലാം നാളിൽ കിലുകിലക്കിലുങ്ങും പാദസരം പണിതു കാത്തിരുന്നു. അഞ്ചാം നാൾ ചോപ്പടി തുറന്നാൽ പെണ്ണിന് മഞ്ഞള നീരാട്ടം, പിന്നെ ഉത്സവമാണ് മാടത്തില്. ആഘോഷം നടത്താൻ ചാത്തുവും കൂട്ടരും ആളുന്ന കനലിനു ചുറ്റുമിരുന്ന് മദ്യലഹരിയിൽ മതിമറന്നു. ചോപ്പടിക്കു ചാരയെന്ന് കനൽ കെട്ടു പുക ഉയർന്നു. മാടത്തിനുള്ളിൽ പുക നിറഞ്ഞ് ശ്വാസം കിട്ടാതെ കുഞ്ഞിപ്പെണ്ണ് മരിച്ചുവല്ലോ. പറയി പെണ്ണിൻ മാനസമെന്ന് അലറിക്കരയുന്നു കടലു പോലെ. ആരാരോ ചെന്ന് വാരിയെടുക്കുന്നു മരിച്ചു മരവിച്ച മൃതശരീരം. തോരാത്ത കണ്ണീരായി ചോദിക്കട്ടെ, തീണ്ടാരി പെണ്ണിന് പാപമാണോ? ജന്മം നൽകുന്ന പെണ്ണിനു തീണ്ടാരി പാപമാണോ ശാപമാണോ? എന്തിനീ ആചാര ക്രൂരതകൾ, എന്തിനീ ആചാര ക്രൂരതകൾ. കൊന്നുവല്ലോ എന്റച്ഛനെ ചവിട്ടിയരച്ചയോ കൺമുമ്പിലായി. ആനച്ചന്തം മേളച്ചന്തം പൂരക്കാലം ഉത്സവക്കാലം തലയെടുപ്പോടെ നീങ്ങുന്നു കൊമ്പന്മാർ കണ്ണിനും കാതിനും ആനന്ദമായി. മനക്കരി കൊമ്പൻ കുട്ടി ശങ്കരൻ, ലക്ഷണമൊത്തവൻ കുട്ടി ശങ്കരൻ. ഒന്നാം പാപ്പാനാണെന്റെ അച്ഛൻ, ചിട്ടയായി പാലിക്കുവാനക്കാരൻ. ഉത്സവകാലമായി നാട്ടിലെങ്ങും ആരവമായി ആനന്ദമായി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ദേശങ്ങളായി ആഘോഷമായി. ഏക്കത്തുകയോ ലക്ഷങ്ങളും ക്ഷീണിതനായി കൊമ്പന നേരം മതപ്പാടിൻ ലക്ഷണവും കരഞ്ഞു പറഞ്ഞച്ചൻ തമ്പുരാനോട് എഴുന്നള്ളിപ്പിക്കല്ലൻ ശങ്കരനെ. കിട്ടുന്ന ലക്ഷങ്ങൾ പെട്ടെന്ന് വെക്കാൻ കഴിഞ്ഞതില്ലാർക്കും. നടചങ്ങലയിട്ടു ഇടചങ്ങലയിട്ടു തിരഞ്ഞെത്തി ശങ്കരനെ. മേളത്തിൽ നാദപ്രപഞ്ചം ചുറ്റിത്തിരക്കുന്നു ജനങ്ങളെല്ലാം.
പരിഹാസമോടെ ദേശക്കാരും അച്ഛനെ വിളിച്ച് ആക്ഷേപിച്ചവരെല്ലാം മസ്തകമുയർത്തുവാൻ ആജ്ഞ നൽകി. മനസ്സില്ല മനസ്സോടെ ദേവിയെ ധ്യാനിച്ച് ആനത്തോട്ടി കയ്യിലെടുത്തച്ഛൻ വിറയ്ക്കുന്ന കയ്യാലെ വേദനയോടെ കൊമ്പന്റെ മർമ്മത്തിൽ അമർത്തിയച്ഛൻ. വേദനയോടെ അലറിത്തിരിഞ്ഞു സത്യന്റെ പുത്രൻ രൗദ്രനായി. മരം പൊട്ടിച്ച് അങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് വാടിയെടുത്ത് നിലത്തടിച്ച് ക്രൂരമായി ചവിട്ടിയരച്ചെന്റെ അച്ഛനെ. കലിയടങ്ങിയപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ പാപ്പാനെ കൊന്നവൻ താനെന്നറിഞ്ഞപ്പോ കൊമ്പുകൾ മണ്ണിൽ താഴ്ത്തി കണ്ണീരൊഴുക്കി മൃതദേഹത്തിന് കാവലായി കൊമ്പൻ. പോകണമെനിക്കവിടേക്ക് കുട്ടിശങ്കരനെ തളയ്ക്കുവാനായി അച്ഛന്റെ ചിതറിയ ദേഹം കൂട്ടിയെടുത്ത് അന്ത്യകർമ്മം ചെയ്യുവാനായി. അരുതേ ക്രൂരത ആനകളോട്, വേദനയേവർക്കും തുല്യമല്ലേ. അരുതേ ക്രൂരത ആനകളോട്, വേദനയേവർക്കും തുല്യമല്ലേ. വേദനയേവർക്കും തുല്യമല്ലേ. പിച്ചക്കാരി പോടാ. ഒരു നുണ പല കഥ പല നുണ ഒരു കഥ പല പല കഥകളിൽ ഉള്ളുടെ ഒരു കഥ പറയുമ്പോ കരളലിയുന്ന കഥ തെരുവിന്റെ കഥ തെരുവോരെ കഥ കണ്ണീർ കടലിൽ അലകടൽ താണ്ടി അലയുന്നൊരു പുഴുകന്മം പോലെ തെരുവിന്റെ രാസാത്തി തെരുവിന്റെ രാസാത്തി. അച്ഛനും അമ്മയും തെരുവാണെങ്കിലും ആങ്ങളെയൊരുവൻ കൂടെയുണ്ടേ. എന്നോ വന്നവൻ എങ്ങോട്ടും എന്നോടൊപ്പമുണ്ടേ. വിശന്നാൽ വലിയ വായിൽ കരയും, വയറു നിറഞ്ഞാൽ ചിരിക്കും. നാട്ടാക്കിവൻ മന്ദബുദ്ധി, തെരുവിന്റെ പെണ്ണിനോ പൊന്നനുജൻ. ചക്കിക്കത്തൊരു കങ്കരനായി ചപ്പടി വിദ്യയിലൂടെ ഇരുവയർ നിറയാൻ പല പല വഴികൾ. കാലുപോയ പെണ്ണിനെ കാക്കണയമ്മേ, കൂടെയുള്ള പൊട്ടനെ നോക്കണയമ്മേ. എന്തിനി കൈകൾ മുറിച്ചിടുന്നു, എന്തിനി കാലും വറുത്തിടുന്നു. കണ്ണുകൾ ചൂഴ്ന്ന് കൈകാലുടച്ച് ഭിക്ഷയ്ക്കിരുത്തുവന്നോ. വിശന്നെന്റെ ഉണ്ണി കരയുന്നുണ്ടോ, കരഞ്ഞു തളർന്നവൻ ഉറങ്ങുന്നുണ്ടോ. രാവും പകലും തിരിയാതെ നാളുകളെത്രയോ കടന്നുപോയി. ഒരു നാൾ മദ്യലഹരിയിൽ മുങ്ങി പെമ്മാടിക്കൂട്ടം മയങ്ങിടുമ്പോൾ ഒച്ചയനക്കം ഇല്ലാതെ ഞാനാ നരകത്തിൽ നിന്നും പുറത്തു ചാടി. കടത്തിണ്ണയിൽ കവലകളിൽ തിരയാനൊരിടവും ഇനിയില്ലല്ലോ. പൊന്നേ നീ എവിടെ,
പൊട്ടിയ വയറുമായി വഴിയരികിൽ തേങ്ങിത്തളർന്നു കിടക്കുന്നവൻ കരഞ്ഞും കാൽ പിടിച്ചും ഭിക്ഷയെടുത്തൊരു പൊതിച്ചോറുമായി മാമു കണ്ടിട്ട് ചിരിച്ചതില്ല, മാമുണ്ണാൻ വായ തുറന്നതില്ല. മരണത്തിൽ മറഞ്ഞൊരന്നുത്തക്കുടം മണ്ണിൽ മറിഞ്ഞു വീണു. ആളുകൾ കൂട്ടമായി ആക്രോശിച്ചു, ശവമെടുത്ത് സ്ഥലം കാലിയാക്ക്. സ്വന്തമായൊരു തുണ്ട് ഭൂമിയില്ലാത്ത, സ്വന്തമായാരും കൂട്ടിനില്ലാത്ത സാധു ഞാൻ ഈ ജഡം എന്തു ചെയ്യാൻ? ചുടുകാട് പോലും മുഖം തിരിച്ചു, നിയമവും നീതിയും കണ്ണടച്ചു. ഇവളുടെ തോളിൽ അഴുകുന്നു തെരുവിൽ ആരോ ഉപേക്ഷിച്ച പാപഫലം. അച്ഛനു വേണ്ടാത്ത, അമ്മയ്ക്കു വേണ്ടാത്ത തെരുവിന്റെ സന്തതി നീ. നിനക്കായി ആരടി മണ്ണുമില്ല, പട്ടടയൊരുക്കുവാനാരുമില്ല. മാപ്പെനിക്കേകുക പൊന്നേ, ഉപേക്ഷിക്കയാണു ഞാൻ നിന്നെ. തെരുവിലെറിയുമ്പോൾ തെരുവിൽ വളർന്ന് തെരുവിൽ മരിക്കുന്നു തെരുവിൻ്റെ രസക്കൾ, തെരുവിൻ്റെ രസക്കൾ, തെരുവിൻ്റെ രസക്കൾ. തുടിതാളം ചിലമ്പോലി ആടി വരുന്നേ, മുത്തപ്പൻ തെയ്യം ഉറഞ്ഞാടുന്നേ. കളിയാട്ടം തീരുമുണ്ടേ പറശ്ശിനി കടവിലെ, മുത്തപ്പൻ ചരിതങ്ങൾ കേട്ടുകൊള്ളുക. ആനയുണ്ട്, അമ്പാരിയുണ്ട്, പത്തായം നിറയെ നെല്ലുണ്ട്, വാല്യക്കാരുണ്ട്, പൊന്നുണ്ട്, പണമുണ്ട്, സന്തോഷം മാത്രമാ മനക്കലില്ല. ഉണ്ണി പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ശിവഭക്തരാം തമ്പ്രാനും തമ്പ്രാട്ടിയും. ഒരു രാവിൻ ശയനത്തിൽ ശിവദർശനേ സ്വപ്നെ തമ്പ്രാട്ടി ഉണർന്നു പുലരിയായി. തോഴിമാരൊത്തു നീരാടാൻ യാത്രയായി. ആ പൊൻപുലരിയിൽ കുളിക്കടവിൽ തേജസാൽ ജ്വലിക്കും ഒരു പൈതൽ. ശിവദേവൻ നൽകിയ നിധിയല്ലയോ, മനക്കലോ സന്തോഷം അലതല്ലി. ഉണ്ണി വളർന്നു ബാലനായി, കൗമാരം പടിവാതിൽ എത്തി നിന്നു. മാറുന്നു ഭാവങ്ങൾ, രീതികൾ, ഉണ്ണിക്കു കൂട്ടുകാരടിയാളന്മാർ. കടവിനക്കരെ പറച്ചിയൂരിൽ അടിയാള പിള്ളേർ കൂട്ടുകൂടി. തോട്ടിൽ ചൂണ്ടയിട്ടു കാട്ടിൽ നായാടി കള്ളുമോന്തി മാംസം കഴിച്ചിടുന്നു. ഇല്ലം മുടിച്ചിടുമല്ലോ. കോപിഷ്ടയാകുന്നു തമ്പ്രാട്ടി, ഉണ്ണിയെ മച്ചിൽ ബന്ധിക്കുന്നു. ജലപാനം നൽകില്ല പൊന്നുണ്ണി, ഉരുത്തക്കേടുകൾ ഏറെയായി. അല്പം കഴിഞ്ഞപ്പോൾ അമ്മ തൻ മാനസം സ്നേഹമായി, പിന്നെ വാത്സല്യമായി. മനക്കലെ മച്ചിന്മേൽ എത്തിയ അമ്മ അറപ്പുരവാതിൽ തുറന്നു നോക്കി. ആ
വളർന്ന് മച്ചും തകർന്ന് ഉഗ്രരൂപമാലറിയിടുന്നു. തലയും മുഖവും കാണാനില്ല. പരിഭ്രമിച്ചോടി തമ്പ്രാട്ടി പടിപ്പുര വാതിൽക്കലെത്തി നിന്നു. മനക്കലെ മച്ചും തകർത്തുണ്ണി പെരും ദൈവമായി മാറി. മലയ്ക്കു മുകളിലെ തലയിൽ ജ്വലിക്കും രണ്ടഗ്നിഗോളം. ഭയന്നൊര തമ്പ്രാട്ടി നോക്കാനാവാതെ കൈകൾ കൂപ്പി നിന്നു. അലറുന്ന ഉണ്ണി അമ്മയോട് ചൊല്ലി, മനുഷ്യനു ജാതിയൊന്നാണ്. അടിയാളപ്പറയർക്കു ദൈവമാകും ഞാൻ, മുത്തപ്പൻ ദൈവമായി നിറഞ്ഞാടും. ദൈവമായാലും അമ്മയ്ക്കു നീ ഉണ്ണി, ഈ അഗ്നിഗോളത്താൽ ഉണ്ണി നിൻ മുഖം ഒന്നു കാണാനില്ല. കണ്ണുകൾ മൂടി മുത്തപ്പനായി നീ ദർശനം നൽകൂ പറശ്ശിനിക്കടവിൽ. അന്നു തൊട്ടിന്നോളം പറശ്ശിനിക്കടവിൽ അനുഗ്രഹിച്ചിടുന്നു മുത്തപ്പൻ ദൈവം. ദുരിതങ്ങൾ നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിച്ചിടുന്നു മുത്തപ്പൻ ദൈവം. അനുഗ്രഹിച്ചിടുന്നു മുത്തപ്പൻ ദൈവം. Maximum volume. ചുവിടയന
ഭാരവും വേണം കിടച്ചിരുമ്പോ ചെറുകൂടം അതിൽ കിളങ്ങുന്നൊരു പുരിനഖവും മകരക്കൊയ്ത്തു വന്നല്ലോ മലഞ്ചെരുവിലെ മംഗമാർക്കിന്നുത്സവമല്ലോ പരിഭവമോർക്കാതെ ഒരു നേരം കഞ്ഞിക്ക് പകരം നീ ഞങ്ങളെ കാക്കേണമേ. ഒരു നേരമല്ല പല നേരമുണ്ണാൻ ഒരുപാട് പറനല്ല് നൽകിയില്ലേ, ഒരുപാട് പറനല്ല് നൽകിയില്ലേ. ഒരു കാര്യം നാം കൽപ്പിച്ചിടാം, ഒരു രാവിൽ മാരനെ വിട്ടുറങ്ങ്, ഒരു രാവിൽ എന്നോട് ചേർന്നുറങ്ങ്. പരിശുദ്ധരാണീ ഞങ്ങളെന്നും, ഒരു നേരമില്ലേലും ജീവിച്ചു പോകട്ടെ. നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ. ചെന്നപ്പോൾ ഒരു പാളത്തൊപ്പിയിൽ കുന്നെല്ലുമായിട്ടു വന്നുമാരൻ, കുറുനിറമാറ്റിയൻ കാതിൽ ചൊല്ലി ജന്മിയെ കയ്യേറി
ബലവാൻ തോക്കുയർത്തുമ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ഇറയിൽ നിന്നും അരിവാളെടുത്തു ഞാൻ പെട്ടെന്ന് വെട്ടിയ ചെന്നായേ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ? ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ? ചിരുതൻ പാതകമന്യായമോ? ചിരുതൻ പാതകമന്യായമോ? ചിരുതൻ പാതകമന്യായമോ? ചിരുതൻ പാതകമന്യായമോ? ചിരുതൻ പാതകമന്യായമോ? നീ അറിഞ്ഞോടി കുമാലിപ്പയ്യേ, പഞ്ചമി പെണ്ണിന്റെ കാതുകുത്ത്, ഉല്ലാട്ടെ ചാരേറെ കാതുകുത്ത്. പോയി പോയി വിളികൾ മാറ്റൊലി കൊണ്ടൊരു കാലം കണ്ടാലറയ്ക്കുന്ന ദുശകുലം പോലെ കീഴടൻ മണ്ണിൽ കഴിഞ്ഞ കാലം. താമരച്ചേലൊത്ത പെണ്ണ്, പുല്ലാട്ടച്ചാലയിലെ ചെറുവി പെണ്ണ്, കാറ്റോടും കിളിയോടും കിന്നാരം ചൊല്ലണ ബാല്യം. ഉച്ച നീചത്വങ്ങൾ എന്തെന്നറിയാത്ത ബാല്യം. കരിമിഴി കണ്ണിൽ മഷിയെഴുതി, ചേലൊത്ത നെറ്റിയിൽ പൊട്ടുതൊട്ട്, കൈതോലപ്പൂവും തലയിൽ ചൂടി, പൊട്ടക്കണ്ണാടിയിൽ ചന്തം നോക്കി, പിന്നെ കമ്മാന്റെ പാടത്തിറങ്ങും പെണ്ണ്. കൊയ്തു മെതിക്കുമ്പോൾ കളകൾ പറിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മോഹം. മാറുമറയ്ക്കാനും ഓലക്കുട ചൂടാനും പാഠശാലയിൽ ചെന്നോലയിൽ എഴുതാനും ഒത്തിരിയോളം കൊതിച്ചു പെണ്ണ്. മനക്കലെ ഉണ്ണികൾ എഴുത്തിന് പോകുമ്പോൾ കൈതോലച്ചോട്ടിൽ ഒളിച്ചിരുന്ന് നൊമ്പരത്തോടവൾ നോക്കി നിൽക്കും, കണ്ണീര കാഴ്ച മറയ്ക്കും വരെ. പെണ്ണിന്റെ മോഹമറിഞ്ഞവർ ചൊല്ലി കീഴാളനക്ഷരം പഠിച്ചുകൂടാ, അത് മേലാളന്മാരുടെ സ്വന്തമത്രേ. ദിനവും പെരുകുന്ന ആശയാലൊരു ദിനം ആരുമറിയാതവൾ കുടിയിറങ്ങി പാഠശാലയിൽ ചെന്നൊളിച്ചിരുന്നു. അക്ഷരമൃതായി കാതിൽ പതിച്ചപ്പോ സർവം മറന്നു നിന്നു പെണ്ണ്. ചൂരലടിയേറ്റ് കെട്ടി പെണ്ണ്, പിന്നിൽ ചോരച്ച കണ്ണുമായി മേലാളോ. ശാലയിലെ പെണ്ണിന് പാഠശാല തീണ്ടാൻ ധിക്കാരമോ? മുടിയിൽ പിടിച്ചു വലിച്ചിഴച്ചു, കൊന്നത്തെങ്ങിൽ കെട്ടിയിട്ടു, കളിയടങ്ങും വരെ ആഞ്ഞടിച്ചു, ചൂരൽ പണിയാൽ ആഞ്ഞടിച്ചു. പുലയി തൊട്ട് അശുദ്ധമാക്കിയ പാഠശാല അഗ്നി തൊട്ട് ശുദ്ധമാക്കട്ടെ. ആ അഗ്നിയിൽ ഇവളെയും വലിച്ചെറിയൂ. അറിവില്ല പൈതൽ ചെയ്തതല്ലേ, അറിവുള്ള തമ്പ്രാ പുറത്തുകൂടെ. അതിലക്കരഞ്ഞ പെണ്ണിന്റെ അമ്മയെ ചൂരൽ വടിയാൽ അകറ്റി നിർത്തി, തീ വെട്ടി പന്തമെത്തി, പാഠശാലയ്ക്ക് അവർ തീ കൊളുത്തി. ആളിക്കത്തുന്നൊരാത്തി പാവ പെണ്ണെ വലിച്ചെറിഞ്ഞു.
തല്ലി മണ്ണി വീണുരുണ്ടു ആരോട് പൊങ്ങിയൊരാത്തിയിൽ നിന്നൊരു ചെറുത്തി പൊരി പറന്നു വന്നു ഓരോ ചെറുവന്റെ മനസ്സിനുള്ളിൽ അക്ഷരത്തിനാ മോചനത്തിനാ മനുഷ്യനായി മണ്ണിൽ ജീവിക്കാനായി ഒരു തിരുനാളം കൊളുത്തി പെണ്ണ് പഴങ്കടക്കാളി പറന്നു പെണ്ണ് എങ്ങാനും കേട്ടോ പൂവാലിപ്പയ്യേ പഞ്ചമി പെണ്ണിൻ കിളിക്കൊഞ്ചല് പാടടി പാടടി പെണ്ണേ നീ കേട്ട നോവു പാട്ട് പാടടി പാടടി പെണ്ണേ പുല്ലാട്ടെ പെണ്ണിന്റെ പാട്ട് പാടടി പാടടി പെണ്ണേ നീ കേട്ട നോവു പാട്ട് പാടടി പാടടി പെണ്ണേ പുല്ലാട്ടെ പെണ്ണിന്റെ പാട്ട് പുല്ലാട്ടെ പെണ്ണിന്റെ പാട്ട് മത്സരം ഇവിടെ പൂർണ്ണമാകുന്നു. വിധി നിർണയത്തിനായി വിധികർത്താക്കളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ അമൃത. റിതം ഹൗസ് LNV ഓൺലൈൻ യുവജനോത്സവത്തിൻ്റെ ഭാഗമായ UP വിഭാഗം നാടോടി നൃത്ത മത്സരത്തിൻ്റെ റിസൾട്ട് പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിൽ പെർഫോം ചെയ്ത എല്ലാവരുടെയും ഓവറോൾ പെർഫോമൻസ് നന്നായിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുവടുകളുടെ ക്ലാരിറ്റി, അതായത് പെർഫോം ചെയ്യുമ്പോൾ ഓരോ ചുവടുകൾ അല്ലെങ്കിൽ ഓരോ അടവുകളും കംപ്ലീറ്റ് ചെയ്ത് തന്നെ പെർഫോം ചെയ്യുക. പിന്നെ അഭിനയത്തിൻ്റെ ക്ലാരിറ്റി ശ്രദ്ധിക്കുക. അതുപോലെ ചില വീഡിയോകളിൽ പാട്ടിൻ്റെ ക്ലാരിറ്റി തീരെ കുറവായിരുന്നു. അപ്പോൾ പാട്ട് ഹൈ വോളിയത്തിൽ തന്നെ പ്ലേ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഒരുപാട് ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാവരും നല്ല നിലവാരത്തോടു കൂടി തന്നെ പെർഫോം ചെയ്തു. ഇതിന് റിസൾട്ട് പറയാം. 3ാം സ്ഥാനം 10869, 2ാം സ്ഥാനം 11542, 1ാം സ്ഥാനം 11024. റിസൾട്ട് ഒന്നുകൂടി പറയാം. 3ാം സ്ഥാനം 10869, 2ാം സ്ഥാനം 11542, 1ാം സ്ഥാനം 11024. ഇതിൽ പങ്കെടുത്തവർക്കും അതുപോലെ വിജയികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ബഹുമാന്യ വിധികർത്താക്കൾക്കും ആദരണീയരായ രക്ഷിതാക്കൾക്കും പ്രേക്ഷകർക്കും LNVയുടെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഞാൻ മിറ എസ് കൃഷ്ണ. നന്ദി.